എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഏരിയയിൽ ആൾ വരികയാണെങ്കിൽ അന്ന് വരും, അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇതുപോലെ ആളിനെ പറഞ്ഞു വിടും. മലയാളികളൊന്നും അല്ല കേട്ടോ. അപ്പം ഹിന്ദിക്കാരാണ് ഇവിടെ വന്നത് ആ തേങ്ങ വെട്ടുന്നത്. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലയാളികൾ പണ്ട് തേങ്ങ വെട്ടിയിരുന്നപ്പോഴേക്ക് ചൂട്ടും കൊതുമ്പും എല്ലാം നല്ല അവരത് അറിഞ്ഞും കണ്ടും ഒക്കെ എല്ലാം വെട്ടി താഴെയിടും. ഇവര് പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് മാത്രം തേങ്ങ വെട്ടും, പിന്നെ പറഞ്ഞാൽ മാത്രമേ ചൂട്ടും കൊതുമ്പും ഒക്കെ വെട്ടി താഴെയിടത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ചൂട്ടും കൊതുമ്പും എല്ലാം ഉണങ്ങി നിൽക്കുന്നതൊക്കെ എടുത്ത് താഴെയിടാൻ പറഞ്ഞു. അപ്പൊ ഈ സമയം നമ്മളിത് വെട്ടിയില്ലെങ്കിലുള്ള ഒരു കുഴപ്പം, ഇത് പൊഴിഞ്ഞു വീഴുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റിന് ആളിനെ വെച്ചിട്ട് ഇത് വെട്ടുന്നത്. അപ്പൊ അയാൾ ആ വെട്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ മലയാളി തേങ്ങ വെട്ടുകാരൊക്കെ ആണെങ്കിൽ തേങ്ങയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കും. അതുപോലെ തന്നെ ഓല വെട്ടിയിട്ടതെല്ലാം ഒരു സൈഡിലേക്കൊക്കെ ഒതുക്കി കൂട്ടുകയൊക്കെ ചെയ്യും. ഇവരൊന്നും അങ്ങനൊന്നും ചെയ്യില്ല. ഇതെല്ലാം ഞാന് പറഞ്ഞിടിയിച്ചതാണ്, അല്ലെങ്കിൽ അവരൊന്നും ഇടൂല കേട്ടാ. അത് പൊഴിഞ്ഞ് താഴെ വീഴുള്ളൂ. എനിക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകടുപ്പിൽ കത്തിക്കാൻ. മടയാൻ ആണോ? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലികൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ജോലിയൊന്നും അല്ല. തിന്നാനും ഇപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. തിരിക്കട്ടെ. ഇന്നാള് നമ്മളുടെ കുറേ ആൾക്കാർ പറയായിരുന്നു ജീൻസ് ഇട്ട് ജോലി ചെയ്യണ ഒരു പണിക്കാരെന്ന്. അപ്പം നമ്മളുടെ ആദ്യം മുതലേ ഉള്ള നമ്മളുടെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് പുതിയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് നിസാറിക്ക് അങ്ങനെ തന്നെ ആണെന്ന്. ആ പറഞ്ഞത് തന്നെയാണ് വാസ്തവം കേട്ടാ. നിസാറിക്ക് ഇങ്ങനെ തന്നെയാണ് വീട്ടില്. അപ്പൊ ആയാ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ആയെങ്കിൽ പറയണേ, നാളെ വെട്ടാനാ. നിങ്ങൾ ചോദിച്ചില്ലേ മറ്റേത് നമ്മൾ തീർന്നു കേട്ടാ. നല്ല അടിപൊളി മധുരമുള്ള സംഭവമായിരുന്നു കേട്ടോ ആ പഴം. ഇത് രസകളിയല്ലേ? അപ്പൊ ആയെങ്കിൽ പറയണേ, പരുവം കണ്ടല്ല വെടിക്കൂന്ന് പറയും. വെടിക്കുമ്പോഴാണ് പെണ്ണ്. ഇതിനേക്കാളും ഭേദം വാങ്ങണതാണേ. പക്ഷെ വാങ്ങിക്കാത്തതിൻ്റെ കാര്യം അല്ല, വാങ്ങിക്കാത്തതിൻ്റെ അല്ല, ഇതുപോലെ വെട്ടി ഇട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയാവോ, അപ്പുറത്തൊക്കെ വീടുകളുള്ളതല്ലേ, പൊഴിഞ്ഞു വീഴും. പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ടാണ് ഈ സമയം ആളിനെ വിളിച്ച് വെട്ടിക്കണത്. വെട്ടിയ ഗതി ഇത്ര തന്നെയുള്ളൂ. 5 മൂട് 5 തേങ്ങയും പിന്നെ ഒരു 4 കരിക്ക്. ഇപ്പൊ നല്ല ചൂടാണ് കേട്ടോ. എന്നാ മഴയുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ 2 ദിവസമായിട്ട് രാത്രിയും വൈകുന്നേരം ഒക്കെ നല്ല മഴയും ഉണ്ട്. മഴ വരാനാണെന്ന് തോന്നുന്നു. നല്ല ചൂട്, പകൽ ഇതുപോലെയാണ്. അപ്പൊ നല്ല ദാഹമാണ്. അപ്പൊ നിസാറിക്ക് വെട്ടാൻ പറഞ്ഞ കരിക്ക് ആദ്യം കൊണ്ടുപോവാണ്. ആദ്യം ഇതൊന്ന് വെട്ടി കുടിക്കണം. ശരിക്കും കരിക്ക് കുടിക്കുമ്പോ കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നാരങ്ങ വെള്ളത്തിനാണ് അല്ലേ. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയ ജീരകം ക്യൂമിൻ സീഡ് 1 ടീസ്പൂൺ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം ഇനി നമുക്ക് തൈര് വേണം. അധികം പുളിപ്പില്ലാത്ത കട്ടിയുള്ള തൈര് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഇനിയൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1/2 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പം 1/2 മണിക്കൂർ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പൊ ഞാൻ വലിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതില്ലേ, അത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ എല്ലാം കൂടി ഒറ്റ ട്രിപ്പിന് തീരാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാനിൽ ഞാൻ വെച്ചു കൊടുത്തത്.
അപ്പോൾ ഓയില് മിതമായിട്ട് മാത്രം എടുത്താൽ മതി. ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോൾ പതുക്കെ നമുക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പൊ തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളത്. അപ്പൊ ഇത് നമ്മൾ ചിക്കനിനുള്ള ഇപ്പൊ തൈരൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ അതിൽ ഗ്രേവി ഉണ്ടാവും. എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. അത് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഈ ഫ്രൈ ആയി വന്നിരിക്കുന്ന ചിക്കൻ എല്ലാം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അപ്പൊ അതിലുള്ള ആ ഒരു ഗ്രേവി നമ്മൾ കളയൊന്നും വേണ്ട, അത് നമ്മൾ ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ചിക്കൻ എല്ലാം ഞാനിപ്പോ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓയിൽ മിതമായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്ന കാര്യം ഇതുകൊണ്ടാണ്. ചിക്കൻ കണ്ടോ, ഇനിയിപ്പോ അത് മാറ്റി വെച്ച ശേഷം ഈ ഓയിലിൽ തന്നെയാണ് ഞാനിവിടെ 3 സവാള ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഇതേ ഓയിലിൽ തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴേക്ക്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാനുള്ളത്. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഇളക്കി എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ 2 ടൊമാറ്റോ നമുക്ക് വേണം, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ നമുക്ക് ചിക്കൻ ടിക്ക മസാല പൗഡർ വേണം. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വാങ്ങിയ ചിക്കൻ ടിക്ക മസാല പൗഡറാണ് കേട്ടോ. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പൊ എല്ലാം ഒന്ന് യോജിച്ച് വരണം. ആ തക്കാളിയും ആ മസാലയൊക്കെ യോജിച്ച് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി ഇത് ഒന്ന് വെട്ടിത്തിളയ്ക്കണം കേട്ടോ. വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് തൈര് ഒന്ന് അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. പിരിയൊന്നുമില്ല, നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാം. അപ്പൊ ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ഓയിലോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ രീതിയിലെ ചിക്കൻ ഗ്രേവി ടിക്ക ഗ്രേവി ഒക്കെ ഉണ്ടാക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം റെഡിയാക്കാനുള്ളത്. അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ടാവും. അപ്പൊ എളുപ്പം റെഡിയാക്കാൻ പറ്റുന്നല്ലേ. ജസ്റ്റ് നമുക്ക് ആ ഫ്രൈ ചെയ്യുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കസൂരി മേത്തി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ഒരു മണം വരും കേട്ടോ. അടിപൊളി ചിക്കൻ ടിക്ക കറിയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ചിക്കൻ ടിക്ക കറി ഇഷ്ടമുള്ളവരുണ്ട്, ഇതിന്റെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡിയായി. നിസാറിക്ക് കരിക്ക് കൊണ്ടുവന്നത് ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ചിക്കൻ ടിക്ക കറി ഉണ്ടാക്കിയപ്പോഴേക്ക് എനിക്ക് പെട്ടെന്നൊരു പൂതി കേട്ടോ, പൊറോട്ട കഴിക്കണം എന്ന്. ഞാൻ കുറേ നാളായി പൊറോട്ട ഉണ്ടാക്കിയിട്ട്. എനിക്ക് ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത് തന്നെ എന്റെ പൊറോട്ട തന്നെ കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബൗളിലേക്ക് 2 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊറോട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. എന്നിട്ട് ഒരു വിസ്ക് കൊണ്ട്, ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് മൈദ മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പാല് വേണം. അപ്പൊ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പോളം പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളമല്ല ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ പാലിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വെറൈറ്റിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണെന്ന്. പരമാവധി ഓയിൽ കുറച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത് കേട്ടോ. കാര്യം നമ്മൾ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇത് ഞാൻ കൗണ്ടർ ടേബിളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ പൊറോട്ട എപ്പോഴും നന്നാവാൻ ഈ കുഴപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിരിക്കും നമ്മളുടെ പൊറോട്ട. അപ്പൊ ഈ കുഴയ്ക്കുന്നതിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കാതെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഇതിനെ നമുക്ക് എത്രത്തോളം അതിനെ വേദനിക്കാൻ പറ്റുമോ അത്രത്തോളം വേദനിപ്പിച്ച് കുഴച്ചെടുക്കണം. അപ്പൊ കയ്യിൽ ഞാൻ കണ്ടോ ഒരു ലേശം ഓയിൽ മാത്രമാണ് തടവിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പൊറോട്ടയുടെ മാവ് ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, വല്ലാതെ അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല. അതാണ് അതിന്റെ ഒരു പരുവെന്ന് പറയുന്നത്.
അപ്പൊ ഞാനിത് കുറേ നേരം കുഴച്ചിട്ടുണ്ടായിരുന്നു. കുഴച്ച ശേഷം ദാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ മീതെ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിതൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് റെഡിയാക്കണത്. അപ്പൊ നനച്ച തുണി ദാ ഇതുപോലെ എടുത്ത് ഇതിന്റെ മീതെ ഇങ്ങനെ അങ്ങിട്ട് കൊടുക്കും. നനഞ്ഞ് പിഴിഞ്ഞ കോട്ടൺ തുണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതാ ഈ തുണി ഞാനൊന്ന് മാറ്റുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഒരുപാട് നേരം കുഴച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന പൊറോട്ട അല്ല. അപ്പൊ ദാ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വീണ്ടും നമുക്ക് ഈ മാവ് ദാ ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം. അപ്പൊ ഈ പരുവത്തിൽ നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും അത് നല്ല സോഫ്റ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ കുഴക്കുന്ന ആ ഒരു പരുവം വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഇതും നല്ലതുപോലെ ഒന്ന് 2-3 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് കുഴച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുഴക്കുന്നതിലാണ് പൊറോട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് തന്നെ. എന്നിട്ട് ഞാൻ ദാ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ വലിച്ച് നീട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ബോൾസ് ആക്കി എടുക്കൂല കേട്ടാ. അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട തന്നെ ആയിരിക്കും എൻ്റെത്. അപ്പൊ ദാ ഇതുപോലെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണതിന് തന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ആ തള്ളവിരൽ കൊണ്ട് ഇതിനെ എങ്ങനെ ഉള്ളിലേക്ക് ആക്കി വേണം ഉരുട്ടിയെടുക്കാനുള്ളത്. അപ്പൊ ദാ ഇതുപോലെ നമ്മള് റെഡിയാക്കി എടുക്കണം. ഓരോന്നും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടി എടുക്കണം. എല്ലാം ഒരേ സൈസിൽ എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരേ സൈസിലുള്ള പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ദാ ഇതെല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 9 പീസാണ് ഈ 1/2 കിലോ മാവിൽ നിന്ന് കിട്ടിയത്. എന്നിട്ട് ഞാൻ കൈവെള്ളയിൽ കുറച്ച് എണ്ണ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവേ ചെയ്യുന്നുള്ളൂ കേട്ടോ. എണ്ണ കോരി ഒഴിക്കുന്നൊന്നുമില്ല. ശരിക്കും എണ്ണയൊക്കെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് പൊറോട്ട കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ. അപ്പൊ ഞാന് അതൊക്കെ ഭയങ്കര പിശുക്ക് കാണിച്ചാണ് ഇപ്പൊ ഞാൻ പൊറോട്ട ഉണ്ടാക്കണം. എന്നിട്ട് ഈ നനഞ്ഞ തുണി വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. നെയ്യിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ നെയ്യുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഞാൻ ഒഴിച്ചിട്ട് രണ്ടും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പൊ ഈ മിക്സ് ചെയ്തിരിക്കുന്ന സംഭവം നമുക്കൊന്ന് മാറ്റി വെക്കാം. വീണ്ടും ഞാൻ തുണി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുവാണ്. കാരണം ഇനി ഇത് ചുറ്റിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റാണ്. അപ്പൊ നമ്മൾ ആദ്യം ഉരുട്ടി വെച്ച ആ മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കൈവെള്ളം കൊണ്ട് പരത്തിയിട്ട് ഇങ്ങനെയാണ് അടിച്ചെടുക്കണത് കേട്ടോ. 4 വിരല് നമുക്ക് മീതെ വെച്ച് നിങ്ങൾ ഞാൻ അടിക്കുന്ന ആ ഒരു ട്രിക്ക് നോക്കിക്കോ. ഇങ്ങനെ ചുറ്റിച്ച് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് നെയ്യും കുറച്ച് മൈദാമാവ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പൊ നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഇത് ഉള്ളിലേക്ക് മടക്കിയെടുക്കും. വേണ്ട ഈ ഒരു പരുവത്തിൽ. അപ്പൊ ഇനി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുന്നവരാണെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാരണം അവര് ഡെയിലി ചെയ്യുന്നതാവുമ്പോഴേക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നിസാറിക്ക പൊറോട്ട ഉണ്ടാക്കുന്നതിന്റെയൊക്കെ വീഡിയോ എനിക്കൊന്ന് ലോക്ക്ഡൌൺ ടൈമിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ നെയ്യും ഇടയ്ക്കൊന്ന് മൈദാമാവ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ലാസ്റ്റ് ഉള്ളത് ഇങ്ങനെ അകത്തേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു പരുവത്തിൽ എടുക്കും കണ്ടോ. ആ മൈദാമാവൊക്കെ നമ്മൾ അടിച്ചെടുക്കുമ്പോഴേക്കും ഒരു ബബിള് പോലെ വന്നിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പരുവം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു പലഹാരമല്ല പൊറോട്ട എന്ന് പറഞ്ഞാൽ. ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാന്ന് ചോദിച്ചാൽ പൊറോട്ട എന്ന് തന്നെ പറയൂല്ലേ. അപ്പൊ പൊറോട്ട ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അതുപോലെ തന്നെ വീറ്റ് പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയാലും അതൊരു ചപ്പാത്തി കഴിക്കണ ഒരു ഫീലേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നാറില്ല. അപ്പൊ എടുത്തിരിക്കുന്ന മാവെല്ലാം ഞാൻ ഇതുപോലെ ചുറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 9 എണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അത് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് ശേഷം ഈ തുണിയൊന്ന് മാറ്റാണ്.
മാറ്റിയിട്ട് നമ്മൾ ആദ്യം ചുറ്റിച്ച് വെച്ചത് വേണം എടുക്കാനുള്ളത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എപ്പോഴും നമ്മൾ ഉരുട്ടി വെക്കുമ്പോഴും ചുറ്റിച്ച് വെക്കുമ്പോഴും ആദ്യം ചെയ്തു വെച്ചതിനെ എടുത്ത് ചെയ്യാവൂ. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇത്രയുള്ള സംഭവം കണ്ട, ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി. അപ്പൊ നമുക്ക് എത്രയാണോ വലിപ്പം, സെന്ററിൽ കട്ടി പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് ചൂടായ കല്ലിലേക്ക് നമ്മൾ ഈ പരത്തിയതിനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഓരോന്നും ഞാൻ ഈ നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ടാണ് കൈവെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പരത്തുന്ന അനുസരിച്ച് പാനിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ ഓരോന്നും പരത്താൻ എടുക്കുമ്പോഴേ ബാക്കിയുള്ളത് മൂടി തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോ. എന്നിട്ട് ഇതില് ഞാൻ കുറച്ച് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടത്തില്ല. അപ്പൊ അത് വേകുന്ന അനുസരിച്ചാണ് ഞാൻ അടുത്തിവിടെ പരത്തി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല പൊറോട്ടയുടെ ഒരു കളറൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതിലൊക്കെ നല്ലതുപോലെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് വരും കേട്ടോ. പക്ഷെ എനിക്ക് അതിന് മനസ്സനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത്. ഒരു കൊതി തോന്നിയപ്പം എന്നാൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു, അത്ര തന്നെയുള്ളൂ. അപ്പൊ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതൊന്ന് യൂസ്ഫുൾ ആവണമെങ്കിലോ എന്ന് എഴുതി ഷെയർ ചെയ്യാന്ന് എഴുതി. അപ്പൊ ഇത് അടിക്കാൻ ഞാൻ നിസാർക്കായാണ് വിളിച്ചത്. ഒരു 4 പൊറോട്ട ആവുമ്പോഴേക്ക് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അടിക്കുന്നതിനെക്കാളും ആണുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതുപോലെ അടുപ്പിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അടിപൊളി പൊറോട്ടയും ചിക്കൻ ടിക്ക കറിയാണ്, നല്ല കോമ്പിനേഷനാണ്. ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുതേ. അപ്പൊ നല്ല അടിപൊളി പൂ പോലത്തെ പൊറോട്ടയല്ലേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.